കലാച്ചി സിൻ കോപ്പിയടി വിവാദത്തിൽ നിയമ നടപടിയുമായി KR മീര. ഹരിത സാവിത്രിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ആരോപണങ്ങൾ തന്നെ അപകീർത്തിപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെയാണെന്നും 7 ദിവസത്തിനകം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയെന്നും മുന്നറിയിപ്പ് അർജുൻ മട്ടന്നൂർ നൽകും. വിശദാംശങ്ങൾ അർജുൻ. ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ആദ്യം നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മാപ്പ് പറയണം, അല്ലെങ്കിൽ നിയമ നടപടി എന്നാണ് KR മീരയുടെ മുന്നറിയിപ്പ്. തീർച്ചയായും കീർത്തന, കലാച്ചി സിൻ എന്നീ നോവലുകളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ എഴുത്തുകാരി KR മീര എഴുത്തുകാരിയായ ഹരിത സാവിത്രിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഹരിത തനിക്കും അതോടൊപ്പം തന്നെ താൻ എഴുതിയ കലാച്ചിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് തനിക്ക് അവമതിപ്പുണ്ടാക്കി എന്നാണ് KR മീര നോട്ടീസിൽ പറയുന്നത്. ഈ കാര്യം നോട്ടീസ് അയച്ച കാര്യം മീര തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹരിത സാവിത്രിയുടെ ആരോപണങ്ങൾ അപകീർത്തിപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെയാണ് എന്ന് KR മീര ആക്ഷേപിക്കുന്നുണ്ട്. എന്തായാലും നോട്ടീസിൽ പറഞ്ഞ 7 ദിവസത്തിനകം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നാണ് KR മീര പറയുകയും ചെയ്യുന്നത്. എന്തായാലും നേരത്തെ KR മീരയുടെ കലാച്ചി എന്ന നോവൽ ഹരിത സാവിത്രി എഴുതിയ സിൻ എന്ന നോവൽ കോപ്പി അടിച്ച് എഴുതിയതാണ് എന്ന ആരോപണം ആദ്യം സമൂഹ മാധ്യമങ്ങളിലാണ് ഉയരുന്നത്. അതിന് പിന്നാലെ ഈ 2 എഴുത്തുകാരും ഈ വിഷയം ഏറ്റെടുക്കുകയും അതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ വിവാദം അതിനുശേഷം കെട്ടടങ്ങി എന്ന മട്ടിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ KR മീര ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പല സാംസ്കാരിക മേഖലയിൽ തന്നെ പലരും ഈ 2 എഴുത്തുകാരുടെയും ഭാഗത്ത് അണിനിരക്കുകയും അത്തരത്തിൽ ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്ത ഘട്ടം വരെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഈ നോവലിന്റെ പ്ലോട്ടാണ് കോപ്പി അടിച്ചത് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും വന്നിരുന്നു. അതിന് പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ 2 എഴുത്തുകാർ തമ്മിൽ ഉള്ള പോര് അത് നിയമപോരാട്ടത്തിലേക്ക് കടക്കുന്നത്. KR മീര ഇപ്പോൾ ഹരിത സാവിത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ശരി, കലാച്ചി സിൻ കോപ്പിയടി വിവാദത്തിൽ നിയമ നടപടിയുമായി KR മീര മുന്നോട്ട്. അർജുൻ മട്ടന്നൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.